മട്ടവൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ആളുകൾ ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും നമ്മൾ ഈ ജയൻറ്റ് പർപ്പിളൊക്കെ 350 രൂപ കൊടുക്കും. അതേമാതിരി സോഫ്റ്റ് സ്കിന്നൊക്കെ 700 രൂപ 800 രൂപയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ആളുകൾ ഞങ്ങളുടെ അടുത്ത് അവിടെ ഇത്ര ഉള്ളൂ, ഇത്രയും വലിപ്പമുള്ള മട്ടവക്ക് ഇത്രയേ ഉള്ളൂ. മട്ടവൻ്റെ 7-8 വെറൈറ്റീൻ്റെ കയ്യിലുണ്ട്. അത് ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെയിൻബോ ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിമൊന്നും എന്താ വെച്ചാൽ ഫ്ലഷ് കുറവാണ് ഇതിനൊക്കെ. റെയിൻബോ ഇത് അവിടെ ഗ്രീൻ ഉണ്ട്, നല്ലതാണ്. ഗ്രീന്, യെല്ലോ, ജയൻറ്റ് പർപ്പിള്, സോഫ്റ്റ് സ്കിൻ, ഈ 4 വെറൈറ്റിയാണ് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഡോർഫ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ സാധാ പർപ്പിൾ ഉണ്ട്, ജയൻ്റ് അല്ലാത്ത. അതേപോലെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് റെയിൻബോ ആണ്. ഇതൊക്കെ നമ്മൾ 50 രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 50 രൂപയോ? കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്നും നല്ലത് തിരഞ്ഞെടുക്കാൻ അറിയണം. അല്ല ആളുകൾ നല്ലോണം പറ്റിക്കപ്പെടുന്ന ഒരു സംഭവമാണ് മട്ടവ. 200 രൂപക്കാണ് ഇതൊക്കെ ആയോടുള്ള തൈകൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ ആയാലും റെഡ് ആയാലും ഒക്കെ നമുക്കൊരു ഓഫർ റേറ്റിൽ നമുക്ക് 100 രൂപ കൊടുക്കാം. 100 രൂപ കൊടുത്തിനാണ് 50 രൂപ ഇപ്പോൾ ഓഫർ റേറ്റ് കൊടുക്കുന്നത്. ഇഷ്ടംപോലെ തൈകളുണ്ട്. 1, 2, 3 അല്ല, 100, 1000 തൈകൾ. തരത്തിലുള്ള സീസണിൻ്റെ തൈകൾ. എത്ര കൊടുക്കാം? 400 രൂപ കൊടുക്കാം. 400 രൂപ ഇത്രയും നല്ല തൈകൾ 400 രൂപ കിട്ടോ. സീസൺ ഇത് തൈ തീരൂല കേട്ടോ. ഇത് തീർന്ന വേറെ കൊണ്ട്. ഇത് വിയറ്റ്നാമിലെ തൈകൾ കേട്ടോ. അത്രയും നല്ല സൈസുള്ള തൈകൾ നമുക്ക് ഒരു 100 രൂപ കൊടുക്കും കേട്ടോ ഓഫറിൽ. 50 രൂപേൻ്റെ വേറുണ്ട്. അത് നോക്കാം. 50 രൂപ മുതൽ നമ്മളെ കയ്യിലുണ്ട്. ഇത് 100 രൂപ കൊടുക്കണതാണ്. കാട്ടിമോൻ്റെ തൈകൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഇതിപ്പോൾ എന്താ പറയുക, ഇത്രയും സൈസ് ഉണ്ടോ നിങ്ങൾ? ഇതിന്മേലൊക്കെ മായം കായ ഉണ്ടായിരുന്ന സംഭവങ്ങളാട്ടോ. ഇല്ലാത്തതല്ല. അടുത്ത വർഷം കായറ്റില്ലെങ്കിൽ നമ്മൾ ഗ്യാരണ്ടിയാണിത് അടുത്ത വർഷം കായ ഉണ്ടാവും എന്നുള്ളത്. ഇല്ലെങ്കിൽ കായ നല്ലതിൽ നോക്കിയിട്ട് കായ ഉണ്ടായെങ്കിൽ അവരെ കമൻറ്റ് ഇട്ടോട്ടെ ഇതിൻ്റെ അടിയിൽ. അത്രയും നമ്മൾ ഗ്യാരണ്ടിയാണ്. എന്തായാലും കായ്ക്കും. നല്ലതിൽ നോക്കണം കേട്ടോ. എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് സൈഡിൽ കൊണ്ടുവച്ചിട്ട് കായ്ച്ചില്ല എന്ന് പറയുന്നത്. എന്തായാലും നോക്കിയാൽ നല്ലതിൽ കായ ഉണ്ടാവുന്ന നല്ല തൈകളാണ്. ഇപ്പം നമ്മൾ ഓഫർ ലെവലിൽ 200 രൂപ കൊടുക്കാം. ഇത്ര ഹൈറ്റുള്ള 200. ഇതിപ്പോൾ അടുത്ത സീസൺ ആയാൽ പിന്നെ വില കൂടും. കൂടും. അടുത്ത ഇനി കായ്ച്ചിട്ടേ കൊടുക്കുള്ളൂ. അത് നമ്മൾ കവർ മാറ്റും, കായ്പ്പിക്കും. ഇത് കവർ മാറ്റാത്തതുകൊണ്ട് അങ്ങനെ തീരണം. നല്ല കവറിൽ തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് 200 രൂപ കൊടുക്കാം. അതേമാതിരി മിയാസാക്കി കണ്ടോ, മിയാസാക്കിൻ്റെ തൈകൾ. അത്രയും വലുപ്പമുള്ള മിയാസാക്കി തൈകൾ. ഇതിപ്പോൾ നമ്മളൊരു ഓഫർ ലെവലിൽ നമുക്ക് 350 രൂപ കൊടുക്കാം. മിയാസാക്കി ഇത്രയും ഹൈറ്റ് ഉള്ളത്. ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട് ഏകദേശം. ഇതും കാറ്റിമൂണാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് അപ്രോച്ച് ചെയ്തുണ്ടാക്കിയ തൈകളാണ്. ഇത് എന്താ വെച്ചാൽ കുറച്ചുകൂടി ബുഷാണ്. മറ്റൊക്കെ ഒരു തണ്ടിൽ വരികയാണ്. പിന്നെ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് നമ്മൾ ശരിക്കും ബ്രാഞ്ചസ് ഉണ്ടാക്കണം. ഇത് നല്ലൊരു തൈകൾ. ഇത് 250 രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് വില കൂടുതലുണ്ട്, 50 രൂപ കൂടുതലുണ്ട്. പക്ഷെ അതിൽ ഒന്നും കൂടി എനിക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സാധനം എനിക്ക് ഇതാ തോന്നുന്നത്. നിങ്ങൾ ഇഷ്ടംപോലെ തീരുമാനിക്കാം. എന്തായാലും രണ്ടും കായ്ക്കും. കാരണം അതിലൊക്കെ ഉണ്ടായാലും ബുഷ് ഉണ്ടാവില്ലേ, ബുഷ് തൈകളാണ്. നമ്മൾ ശരിക്കും നോർമൽ മുസമ്പി നല്ല റിസൾട്ടുള്ള നമ്മളെ ഷോപ്പിലൊക്കെ വരുന്ന നല്ല റിസൾട്ടുള്ള വലിയ കടവണ്ണുള്ള ഉണ്ടോ, ഇത്രയും കടവണ്ണുള്ള സാധനമാണ് ഇതാ. ഇതൊക്കെ നമുക്ക് ഒരു 650 രൂപ കൊടുക്കാം കേട്ടോ. ഇത്രയും അല്ലല്ല, ഇതിപ്പോ ഈ മണ്ണിന്റെ ഇതാണ്. അത് ശരിക്കും മണ്ണിൽ നമ്മൾ മണ്ണ് മാറി കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും അല്ല പുറത്തുനിന്ന് വരുന്ന അതേ കവറാണ്. അപ്പോൾ നല്ല തൈകളാണ്. കണ്ടോ, കായുള്ളതാണ്. ഇതിലൊക്കെ കായ ഉണ്ടായിരുന്നു. ഒക്കെ പറിച്ച അടികളൊക്കെ കാണാം, കൊഴിഞ്ഞാടി അടിയാളം കാണാം. നല്ല കടവണ്ണുള്ള കണ്ടോ, എന്താ അതിൻ്റെ കടവണ്ണം നോക്കി. ഇത്രയും കടവണ്ണുള്ള സാധനം നമുക്ക് ഇനിയിപ്പോൾ ഒരു 650 രൂപ കൊടുക്കാം. ഈ ഒരു തൈ സ്റ്റോക്ക് ഉണ്ട്. അതിന് വേണമെങ്കിൽ കൊണ്ടുവരാം. കിട്ടാത്ത സംഭവമൊന്നുമില്ല. ഇതൊക്കെ 150 രൂപക്ക്. ഉമ്മറിച്ചാകുമ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. ഒരു 2000 തൈയോളം 2000 പോയിട്ട് ഒരു 1500 തൈയോളം ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ടൗണിൽ. ആ മരത്തിൽ ഒരു 4-5 മരം എനിക്ക്. അപ്പോൾ അത് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാൻ കഴിയും. റൊളീനിയൻ്റെ തൈകളുണ്ടോ, അടിപൊളി തൈകള, കരുത്തുള്ള തൈകളാണ്. റൊളീനിയ എന്ന് പറഞ്ഞാൽ അത്ര നിസാരക്കാരനാക്കി കാണാൻ. റൊളീനിയ തന്നെ പറിച്ച് വെച്ച് 2 ദിവസം കൂടെ കേടില്ലാതെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം റൊളീനിയാണ്. എന്തായാലും നല്ലൊരു ഫ്രൂട്ടാണ്, നല്ല സ്വീറ്റാണ്. റൊളീനിയൻ്റെ 3-4 വെറൈറ്റി ഉണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി ആയിപ്പെട്ട ഒരു സംഭവമാണ് ഇത്. നമ്മൾ ഇത്രയും നല്ലൊരു തൈ 50 രൂപക്കാണ് കൊടുക്കുന്നത്. 50 രൂപ 100 രൂപ കൊടുത്തിനാണ് 50 രൂപ ഇപ്പോൾ ഓഫർ ആയി കൊടുക്കുന്നത്. ഇഷ്ടംപോലെ തൈകളുണ്ട്. 1, 2, 3 അല്ല, 100, 1000 തൈകളാണ്. നമ്മളെ പ്ലാവിൻ തൈകൾ. ഇത് AVRക്ക് പ്ലാവാണ്. ഇതിപ്പോൾ നമ്മളെന്താ പറയുക, നമ്മളെ പിന്നെ സ്റ്റോക്ക് ചെയ്യണ സ്ഥലമുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ട് കൊടുക്കുന്നതാ. എന്താ പറയുക, ഒരു വേറെ 2 വേറെ താഴേക്ക് പോയിട്ടുണ്ട്. അത് പറിച്ചു കഴിഞ്ഞാൽ ഇലകളാകും, ഈ മഞ്ഞ കളർ വരും. പക്ഷെ അത് ഇതേപോലെ എന്നിട്ടാണ് സെറ്റാവും ചെയ്യും. ഉണങ്ങി പോകുക കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഗ്യാരണ്ടിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ ഉണ്ട്. ഇത്രയും നല്ല തൈകൾ 250 രൂപക്കാണ് കൊടുക്കുന്നത്. AVRക്കിൻ്റെ വലിയ തൈകളാണ്. ഇതേപോലെ അബ്യൂവിൻ്റെ 150 രൂപേൻ്റെ തൈയാണിത്. ഇതിൽ ജയൻ്റ് ഉണ്ടാവും, പിന്നെ തായ്വാൻ്റെ വലിയ എല്ലാം ആ 150 കൊടുക്കണത്.
ഇതിൻ്റെ താഴെയുള്ള തൈകൾ 50 രൂപേൻ്റെ അല്ല 100 രൂപേൻ്റെ തൈകളുണ്ട്. അത് നമുക്ക് ഇതിൽ തന്നെ കാണിക്കാം. അല്ല ബാക്കിലുണ്ടെന്നല്ല, നമുക്ക് കാണിക്കുന്നേ കേട്ടോ. ഓക്കെ, നമ്മളിത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മളിതൊരു 500-600 വെറൈറ്റി തൈകൾ എന്തായാലും ഉണ്ട്. അതിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. നല്ലതും ചീത്ത പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ എന്തായാലും. ഇതിപ്പോൾ ഒരു 100 രൂപ കൊടുക്കുന്ന നല്ല അടിപൊളി തൈകളാണ് അർസാബോയിൻ്റെ. ഇതാണ് നാഗ്പൂർ ഓറഞ്ച്. ഇതിൻ്റെ സത്യം എന്താ പറഞ്ഞാൽ നമുക്കിതുവരെ ഇത് കായ്ച്ചിട്ടില്ല. ഉള്ള കാര്യം നമ്മളായിട്ട് പറയാം. വലിയ മരങ്ങളുണ്ട്, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, ഇതിൻ്റെ ഇതുവരെ കായ്ച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒന്നാണ് സീറ്റ് ബുഷ് ഓറഞ്ച്. ഞാൻ പറയപ്പെടുന്ന സീറ്റ് ബുഷ് ഓറഞ്ച്, പലർക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ടായാലും തൃശ്ശൂർ ഇറങ്ങുന്ന സീറ്റ് ബുഷ് ഓറഞ്ച് പറഞ്ഞ തൈകൾ ഇവിടെ കായ്ക്കണില്ല. കമലം മാൻഡ്രി എന്ന് പറഞ്ഞ സാധനം ഓറഞ്ച് നല്ല ഇവിടെ കായ്ക്കുന്നുണ്ട്. പല ആളുകളും സീറ്റ് ബുഷ് ഓറഞ്ച്, ഞാൻ പറഞ്ഞ സീറ്റ് ബുഷ് ഓറഞ്ച് കമൽ ഓറഞ്ച് കാണിച്ചിട്ട് കായ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും തന്നെയാണ് എന്തായാലും. അറിയണോനെ അറിയല്ലേ. ഇത് കായ്ക്കാൻ പണിയാണ്. നാഗ്പൂർ ഓറഞ്ച് വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ ഇത് തായ്വാൻ്റെ ലെമണാണ്. ഇതിൻ്റെയൊക്കെ പണ്ട് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളെ തോട്ടത്തിൽ കായ്ച്ചിരിക്കണം. തായ്വാൻ ലെമണാണ്, നല്ല റിസൾട്ടാണ്, വലിയ സൈസുമാണ്, വലിയ പഴവും ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ 200 രൂപ കൊടുക്കുന്ന തൈകളാണ്. ചെറുനാരങ്ങൻ്റെ തൈകൾ 100 രൂപ മുതൽ ചെറുനാരൻ്റെ നല്ല തൈകളുണ്ട്. പിന്നെ ഇത് നമ്മളെ ബബ്ലൂസ് ഇല്ലേ, അകത്തും പുറത്തും റെഡുള്ള, ഇതൊക്കെ 200 രൂപ ഉള്ളൂ വലിയ തൈകൾക്ക്. പിന്നെ ടെന്നീസ് ബോൾ ചെറി ഉണ്ട്, എന്താ വലിയ തൈകളുണ്ട്, 250 രൂപ വലിയ തൈകൾ ടെന്നീസ് ബോൾ ചെറി. ഇത് സീത ഉണ്ടോ, സീതപ്പഴം ഗ്രീൻ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ 150 രൂപ കേട്ടോ, നല്ല ഗ്രാഫ്റ്റ് തൈകൾ കൊടുക്കുന്നത്. ഏതെടുത്താലും സെയിം റേറ്റ്. സെയിം റേറ്റ്. അതിൽ റെഡ് വരും. പിന്നെ ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളി റംബുട്ടാൻ്റെ തൈകളുണ്ട്. അത് സ്കൂൾ ബോയ് ആണ്. സ്കൂൾ ബോയിനെ കുറിച്ച് കഴിച്ചോളോടും ചോദിച്ചു നോക്കി. സ്കൂൾ ബോയ് ഒരു മോശം റംബുട്ടാനല്ല. ഇത്രയും നല്ല തൈകൾ 250 രൂപ കൊടുക്കുന്നുണ്ട്. 250 രൂപയ്ക്ക്. പിന്നെ വെറിഗേറ്റഡ് കുറേ കളക്ഷൻ ഉണ്ട് ഇവിടെ. പാരക്കുണ്ട് വെറിഗേറ്റഡ്, അതേപോലെ പാരക്ക് ചാമ്പത വെറിഗേറ്റഡ്, ബുഷ് ഓറഞ്ച് അത് വെറിഗേറ്റഡ്. പിന്നെ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് അറിയാലോ വെറിഗേറ്റിന് ഒരുപാട് കളക്ഷൻ ഉള്ളതാണ്, ഒരുപാടുണ്ട്. സീസണിന്റെ റംബുട്ടാൻ ഉണ്ടോ, ഉണ്ടോ, അത്യാവശ്യം നല്ല തൈകൾ കേട്ടോ, കരുത്തുള്ള സീസണിന്റെ തൈകൾ. 400 രൂപ കൊടുക്കാം. ഇത്രയും നല്ല തൈകൾ 400 രൂപ കിട്ടോ. സീസർ ഇത് തൈ തീരൂല കേട്ടോ. ഇത് തീർന്ന വേറെ കൊണ്ട്. അർസാബോയിന്റെ ഒക്കെ കായ്ക്കാറായ വലിയ തൈകൾ 250 രൂപ കണ്ടോ. ഇത് ചിലവർ പറയും ഒന്നിനും കൊള്ളൂല, പുളിയാണെന്ന്. പക്ഷേ ഇതിന്റെ ഫ്ലേവർ അടിപൊളിയാണ്. ജ്യൂസ് അടിച്ചാൽ നമ്മൾ ഇവിടെ വരുന്ന ഗസ്റ്റാക്ക് കൊടുത്താലും ആർക്ക് കൊടുത്താലും അടിപൊളി തന്നെ പറയും. ഇതാണ് ചൈനീസ് മുസംബി. ചെറിയ ലീഫാണ്, മിനിയേച്ചർ ലീഫാണെങ്കിലും നല്ല പഴം അത്യാവശ്യം, ഫ്രൂട്ട് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. സൈസിന് സാധാ മുസംബിന്റെ അതേ സൈസ് കിട്ടും. കാണാൻ നല്ല ഭംഗിയുള്ള ഓർണമെന്റലായിട്ട് വളർത്താം. കായപിടുത്തനും നല്ലതാണ്, ജ്യൂസിയാണ്, നല്ല സംഭവമാണ്. 200 രൂപക്കാണ് കായോടുള്ള തൈകൾ കൊടുക്കുന്നത്. ബേറാപ്പിളിന്റെ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ വേറെ വെറൈറ്റിയും കൂടി ഉണ്ട്. ഇപ്പോൾ ഈ ഗ്രീൻ ആയാലും റെഡ് ആയാലും ഒക്കെ നമുക്കൊരു ഓഫർ റേറ്റിൽ നമുക്ക് 100 രൂപ കൊടുക്കാം. 100 രൂപ കൊടുക്കാം. എല്ലാം ഫ്ലവറിങ് ഉള്ള കേട്ടോ. ഫ്ലവറോട് ഇതാ ഉണ്ടോ, ഫ്ലവർ ഉണ്ടാവും, ചിലതിൽ കായ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതെല്ലാം തൈകൾ കുറച്ചും കൂടി ബാക്കിലുണ്ട്, നമുക്ക് അത് വേണമെങ്കിൽ കാണിക്കാം. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം. എന്തായാലും ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതല്ല തൈകൾ, കൂടുതൽ തൈകളുണ്ട്. ഇതിലെ കളത്തിലുണ്ട്. ഇതാ അതേപോലെ റംബുട്ടാൻ്റെ E35 യെല്ലോ കളർ വരുന്നത്. അതെ, ഇതെല്ലാവരും ചോദിക്കലുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ NIT മാത്രമല്ലല്ലോ, ഇതും വേണമല്ലോ. ഇത് നമുക്ക് കുറച്ച് വില വരുന്നുണ്ട് കേട്ടോ. 250 രൂപ വരുന്നുണ്ട്. 250 രൂപ എല്ലാം ആണ്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ വരാണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചിലപ്പോൾ 200 കൊടുക്കാം. E35 നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചാൽ 300 രൂപയിൽ കുറച്ച് ആരും കൊടുക്കുന്നില്ല. കണ്ടോ കാലാപ്പാടിൻ്റെ നല്ല തൈകൾ കേട്ടോ. ഇതിൻ്റെ കടവണ്ണം കണ്ടോ, നല്ല സൈസുള്ള തൈകൾ, ചെറുതല്ല, നല്ല ഇതാണ്ട കൈ വെച്ചറിയാം കടവണ്ണൊക്കെ, നല്ല കടവണ്ണുള്ള തൈകൾ. ഇത് നമ്മളൊരു ഓഫറിൽ 500 രൂപ കൊടുക്കാം. 500 രൂപ കൊടുക്കാം. 500 രൂപ. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞെടുത്തേ. ലൊക്കേഷൻ നമ്മൾ മലപ്പുറം ടൗണിൻ്റെ അടുത്ത്, ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ, പെരിങ്ങോട്ട് പോലും. പാലക്കാട് കോഴിക്കോട് റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ, ചട്ടിപ്പറമ്പ് നിന്ന് വരികയാണെങ്കിൽ 3 കിലോമീറ്റർ, 3-3.5 ഉള്ളിൽ. ഇതാണ് നമ്മളെ വിയറ്റ്നാം ലോങ്ങൺ, അതായത് എഡോസ്റ്റാർ എന്ന് പറയുന്ന ലോങ്ങൻ. എന്താ അതിൻ്റെ കൊല വരുന്നുണ്ടോ. ഇതൊക്കെ നമ്മൾ ശരിക്ക് മരുന്ന് കൊടുത്ത് ഇങ്ങനെ, ഇത് കണ്ടോ, ഇതിന് കായ് പൊഴിച്ചിൽ കൊടുക്കാതെ കിട്ടും. ഇതിങ്ങനെ കിട്ടുന്നുണ്ട്. പൊഴിച്ചിലും മറ്റുള്ളതിനൊക്കെ കൊടുത്ത് പിന്നെ മരുന്ന് കൊടുത്തൊക്കെ ശരിയാണ്. ഇതൊക്കെ കായ്ച്ച ഒന്നുണ്ടല്ലോ, അത്യാവശ്യം കായ ഉണ്ടാവും. നമ്മളൊന്നും ചെയ്യണില്ല, വെറുതെ കായ്ക്കണമെന്ന് കായ്ച്ചോട്ടെ എന്നുള്ളതിൽ അങ്ങനെ വിടുമ്പോഴാണ് കായ എണ്ണം കുറയണത്. ഇതൊക്കെ കൊടുക്കാൻ പറ്റിയ തൈകളാണോ? ഇത് കൊടുക്കാമല്ലോ, എല്ലാ തൈകളും കൊടുക്കാം. അവിടെ വൈറ്റ് ഉണ്ടോ, ഫുൾ ഫ്ലവറോട് കൂടിയിട്ട് ഉണ്ടോ, ഇഷ്ടം പോലെ ഫ്ലവറോട് കൂടി. നമ്മളത് കുരുമുളക് കിട്ടോ, ഇത് തിപ്പല്ലി ചെയ്താണ്. തിപ്പല്ലി, അതായത് വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റിയ ടൈപ്പ് അല്ലേ. ഇതിന് 250 രൂപ വില വരുന്നുണ്ട്. മറ്റേ സാധാ 75 രൂപ വരുള്ളത് കുറ്റിക്കുരുമുളക്. മറ്റേത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടിലുള്ളടത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു പോരാ. ഇത് അമ്പഴം കണ്ടോ, നല്ല പൂവോടുകൂടി നല്ല തൈകള്.
സ്വീറ്റ് അല്ലേ ഇത് വരുന്നത്? ഇതിന്റെ തൈകൾ 250 ഇത് ശരിക്കും 350 കൊടുക്കണതാണ്. ഇത് നമുക്കൊരു ഓഫറിൽ വേണമെങ്കിൽ കുറച്ച് ദിവസം 300 കൊടുക്കാം. 300 കൊടുക്കാം അല്ലേ? ഇതിന്റെ ചെറിയ തൈകളും ഉണ്ട് കേട്ടോ, അത് കുറച്ച് വലിയ തൈകളാണ്. ചെബോട്ടിക്കാന്റെ നല്ല അടിപൊളി തൈകൾ, നമ്മുടെ മരമുന്തിരി നല്ല തൈകൾ കേട്ടോ. ചെറിയ തൈകളല്ല, ചെറിയ തൈകളല്ല, കുറച്ചും കൊണ്ട് കായ്ക്കുന്ന സൈസ് തൈകളാണ്. ഇത് നമുക്കൊരു നമ്മളിവിടെ 1000 കൊടുക്കണം, ഒരു 800 രൂപ ഓഫറിൽ കൊടുക്കാം. എന്താ 200 രൂപന്റെ തൈകൾ, 200 രൂപന്റെ തൈകളും ഇവിടെ കാണാല്ലേ നമുക്ക്. ഇത് നമ്മുടെ മൾബറി, യെല്ലോ മൾബറി. ഇതൊക്കെ 350 രൂപ കൊടുക്കണം. നല്ല കടവണ്ണുള്ള കേട്ടോ, ചെറുതൊന്നല്ല. പിന്നെ ഇതാ ഒലോസോപ്പ്, ഇതാ ശർക്കരപ്പഴം. ഇത് പലതും ഉണ്ട് ഇതില്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതില് ഒരു വെറൈറ്റി ഉണ്ട്, അത് ചെറിയ കായ ഉണ്ടാവുക, അത് ടേസ്റ്റും കുറവാണ്. ഇതെന്നെ അറിഞ്ഞ് വാങ്ങണം കേട്ടോ. ഒലോസോപ്പ് വാങ്ങുമ്പോൾ ഏതെങ്കിലും ഒലോസോപ്പ് വാങ്ങാതെ ഞാൻ 2 മരം വെച്ച് 3 മരം വെച്ചിട്ട് 2 മരം വെട്ടിക്കളഞ്ഞ് മനസ്സിലാണ്. ഒന്ന് ഓവൽ ടൈപ്പിലെ ചെറിയ കായായിട്ട് വരും, അത് ടേസ്റ്റ് കുറവാണ്. ഇതിന് ഷേപ്പില്ല. നിങ്ങൾ ഒലോസോപ്പ് ഒന്ന് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒലോസോപ്പിന്റെ നല്ല ഷേപ്പില്ലാത്ത ടൈപ്പിൽ വരുന്നുണ്ട്, കുറച്ച് വലിയ പഴമായിട്ട്, അതാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. ഇതാണ് അത് കായോട് കൂടിട്ടോ, അറിഞ്ഞ് വാങ്ങിയില്ലെങ്കിൽ വെക്കുന്ന സമയം കായോട് കൂടിയിട്ട് നമ്മൾ 400 രൂപ കൊടുക്കണം കേട്ടോ. അതിലൊക്കെ ഉണ്ട് കായ കേട്ടോ, അതാ കണ്ടോ, കായലൊക്കെ ആളുകൾ പെറുക്കി പോയതാണ്. എന്നാലും ഇതാ ഇവിടെ കണ്ടോ, ഇതൊക്കെ കായ. അപ്പൊ ഇതാ ഷേപ്പില്ലാത്ത ആ ടൈപ്പാണ്. സ്ട്രോബെറി പേന്റെ തൈകളാട്ടോ, നമ്മൾ നേരത്തെ കണ്ടതിന്റെ ചെറുത്. ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം, 150 രൂപ കൊടുക്കാം കേട്ടോ. 150, 250 എല്ലാം ഉണ്ട് കേട്ടോ ഇതില്. പിന്നെ റെയിൻ ഫോറസ്റ്റിന്റെ നല്ല അടിപൊളി തൈകൾ, ചെറിയ തൈന് 150 രൂപയാണ് വില. ഇതാ 350 രൂപ ബുഷ് തൈകൾ, 350 രൂപ. അടുത്ത വർഷം കായ്ക്കുന്ന സൈസ് തൈകൾ, ചിലപ്പോൾ 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് കോയിക്കും, എന്തായാലും കായ്ക്കും. നോട്ടത്തിനനുസരിച്ചാണ് ഇതൊക്കെ വരിക കേട്ടോ. നമ്മൾ കായ്ക്കുന്ന അനങ്ങൾ വരെ നോക്കാതെ വെച്ചിട്ട് കാര്യമില്ല. ഇതാ നമ്മൾ മുന്തിരിപ്പേന്റെ നല്ല അടിപൊളി തൈകൾ 80 രൂപ കൊടുക്കാം. 80 രൂപ കൊടുക്കാം. ഇതാ നെല്ലി, ഈ നെല്ലിക്ക് പ്രത്യേകത ഉണ്ട്. ഇതുണ്ടോ, ഇതിൽ പൂ വരുന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോ, കാണുന്നുണ്ടോ? അടിപൊളിയാണല്ലോ. ഈ നെല്ലി എന്താ പറയുക, ഇത് നമ്മൾ ശരിക്കും തമിഴ്നാട് യൂണിവേഴ്സിറ്റിന്റെ ഇതിൽ വരുന്നതാണ് നെല്ലികളാണ്. ഇത് പെട്ടെന്ന് കായ്ക്കും ചെയ്യും. അതേപോലെ ഓൾ സീസൺ ആയിട്ട് കായ്ക്കുന്ന വലിയ നെല്ലിക്ക ഉണ്ടാവണല്ലേ, ആ നെല്ലിയാണ്. ആവശ്യക്കാരുണ്ട്, കറക്റ്റാണ് നെല്ലി. ഇത് കൊണ്ടുപോയി വെച്ചാൽ എന്തായാലും കായ്ക്കും, റിസൾട്ടിലാണ്. ഇത്രയും ചെറിയ തൈലാണ് ഈ പൂ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെയൊക്കെ റിസൾട്ട് നമുക്ക് വലിയ പെട്ടെന്ന് കിട്ടും. ഇത് നമ്മള് നല്ല നോക്കി കൊണ്ടടക്കരുത്. വെള്ളം നനയൊക്കെ കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് നോക്കി കഴിഞ്ഞാൽ നെല്ലിക്ക ഉണ്ടാവില്ല. ഇത് ശരിക്കും പറമ്പിലാണ് സാധനമാണ്, വെള്ളം കുറച്ച് കൊടുക്കേണ്ട സാധനമാണ്. ചെടി ഒന്ന് വളരുന്ന വരെ നല്ല നോക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് ചിന്തിക്കുക. വെള്ളം കെട്ടി നിൽക്കാത്തടത്ത് തൈക്ക് 250 രൂപ ആ റേറ്റ് വരും. പക്ഷെ ഇത് സാധാ തൈയാണെങ്കിൽ ഇത് വരില്ല കേട്ടോ, 150 രൂപക്ക് നെല്ലിത്തൈ കിട്ടും. പക്ഷേ ഈ നെല്ലിത്തൈൻ്റെ പ്രത്യേകത ഉണ്ടായി, നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ വിശ്വസിച്ച് കൊണ്ടുപോകാം. ബ്ലാക്ക് സുർനാംചെറി ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ കൊടുത്തിരുന്നത് 250 രൂപ തൈയിന് കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കാഴ്ച മരത്തുന്നത്. സുർനാംചെറി കാണുമ്പോൾ ചില ആളുകൾക്ക് ഒരു പുച്ഛുണ്ടാവും, പക്ഷേ സുർനാംചെറി മറ്റൊരു ടേസ്റ്റ് ഇല്ലാത്തതാണ്. പക്ഷെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് സുർനാംചെറി ബ്ലാക്ക്. അതുകൊണ്ട് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് 1 വർഷം കൊണ്ട് കായ്ക്കും. ഇപ്പോൾ നല്ല തൈകൾ അതാ കായ് വരുന്നുണ്ടോ, കാണാനും നല്ല ഭംഗിയുള്ളതാണല്ലേ. ഇത് നമുക്ക് ഒരു ഓഫറിൽ 150 രൂപയ്ക്ക് നല്ല തൈകൾ, അടിപൊളി തൈകൾ. ഇതുമല്ല ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി കൊണ്ടുവരാം. നല്ല തൈകൾ 150 രൂപയായിട്ട് കൊടുക്കുക. കായോട് കൂടി തന്നെ കൊടുക്കുക. കായുള്ളത് തീർന്ന കായില്ലാത്ത കൊണ്ടുപോകും. ഇത് ചൈനീസ് പർപ്പിൾ പേരാണ് കേട്ടോ. കായ ഉണ്ടല്ലേ, എല്ലാം കായുള്ള കേട്ടോ, കണ്ടോ, കായോട് കൂടിയുള്ള തൈകളാണ് കണ്ടോ. ഇത് ഒരു ഓർണമെന്റലായിട്ടും കഴിക്കാനും രണ്ടിനും വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ്. ഇതിലൊരു ഗ്രീൻ കളർ വരുന്നുണ്ട്, അത് കായ്ക്കാൻ കുറച്ച് പാടാട്ടോ. ഇതേ കായ്ക്കണുള്ളൂ. 200 രൂപക്കടെ കൊടുക്കണ്ട ഓഫറായിട്ട്. കായോട് കൂടുതൽ തൈകളാണ്. കുംക്യാറ്റ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് തൊലിയടക്കം കഴിക്കാം. ഇതൊന്ന് പറിക്കണ്ടേ, ഇത് നമുക്ക് തൊലിയടക്കം കഴിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ അതുപോലെ ഷുഗർ പേഷ്യൻ്റൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. എന്തായാലും കായോടുള്ള തൈകൾക്ക് 250 രൂപ വിലയുള്ളൂ. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ തൈകൾ ഇവിടെ ഉണ്ട്. ഇനി രഞ്ജിത്ത് ഒന്ന് കഴിച്ചാൽ നന്നായിരുന്നു. എന്നിട്ട് തൊലിയടക്കം കഴിക്കട്ടോ, ഒന്നും ഒഴിവാക്കണ്ട. അപ്പോൾ ഇതാണല്ലോ സംഭവം. തൊലിയടക്കം കഴിക്കാം, തൊലിയും കഴിക്കാം. നമ്മളെ ഒന്നും അറിയണില്ലല്ലോ. വലിയ ടോപ്പ് മധുരമല്ല, പക്ഷെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുളിന്ന് പറയാനില്ല. തൊലി അടക്കം കഴിക്കുന്ന പ്രശ്നം തോന്നുന്നില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ഷുഗർ പേഷ്യന്റ് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിലൊക്കെ നല്ലോണം കൃഷി ചെയ്യണ സംഭവമാണ്. നമ്മൾ ഇസ്രായേലിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. അവിടുന്ന് കാലാവസ്ഥയ്ക്ക് ഓക്കെയാണ്. അതെ, അവിടെ ഒരുപാട് ഇതിന്റെ കൃഷി ഞാൻ കണ്ടതാണ്. എവിടെ ചെന്നാലും ഇതിന്റെ മരങ്ങളും ഇതിന്റെ തൈകളും ഇതിന്റെ കാഴ്ച നമുക്ക് പറിച്ച് കഴിക്കാനും എല്ലായിടത്തും സൗകര്യം. ഇതാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ വെസ്റ്റ് ഇന്ത്യൻ ചെറിയിൽ പുളിയുള്ളതും സീറ്റുള്ളതുണ്ട്. സീറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് സീറ്റല്ല, പുളിയല്ല, മധുരമുണ്ട്, കഴിക്കാൻ പറ്റും. വൈറ്റമിൻസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്
ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഓക്കെ. അപ്പോൾ ഇത് വീട്ടിൽ വെക്കണം നല്ലതാണ്. പക്ഷേ കൊറോണ സമയത്തൊക്കെ ഇതിന് നല്ല ഡിമാൻഡ് ചെയ്യുന്നു ഈ ചെടിക്ക്. ഇതിൻ്റെ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള വൈറ്റമിൻ സി. ഡോക്ടർ നമ്മൾ ശരിക്കും ഈ ഫ്രൂട്ട്സിൽ കളക്ട് ചെയ്ത ഡോക്ടർമാരുണ്ടല്ലോ, നമ്മൾ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഡോക്ടേഴ്സോട് വരുന്നത്. അവർ ഏറ്റവും നല്ലൊരു സാധനമാണ് ഇത് നമ്മളൊക്കെ പറഞ്ഞത്. പർപ്പിൾ മാംഗോ പറഞ്ഞ ഒന്നാണ്, നല്ല പർപ്പിൾ കളർ വരുന്ന. അമേരിക്ക റെഡ് പൾമറും കാര്യങ്ങളൊന്നുമല്ല, ഇതിങ്ങനെ തന്നെ ആയിട്ട് വന്നതാണ്. ഇതിൻ്റെ പേര് ശരിക്കും ഇട്ടില്ല, പർപ്പിളായിട്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല വലുപ്പമുള്ള ഒരു പർപ്പിൾ മാംഗോ ആണ്. 350 രൂപയാണ് ഈ തൈൻ്റെ വില, ഇത്രയും വലിയ തൈന്. ഇതുണ്ടോ, ഇത് മട്ടോവ. മട്ടോവയിൽ ഏറ്റവും വില കുറവുള്ള മട്ടോവയാണ് ഇത് കേട്ടോ. മട്ടോവന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ആളുകൾ ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും നമ്മൾ ഈ ജയൻ്റ് പർപ്പിളൊക്കെ 350 രൂപ കൊടുക്കും. അതേമാതിരി സോഫ്റ്റ് സ്കിന്നൊക്കെ 700 രൂപയ്ക്ക് 800 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ആളുകൾ ഞങ്ങളുടെ അടുത്ത് അവിടെ ഇത്രയേ ഉള്ളൂ, ഇത്രയും വലുപ്പമുള്ള മട്ടോവക്ക് ഇത്രയേ ഉള്ളൂ. മട്ടോവൻ്റെ 7-8 വെറൈറ്റീൻ്റെ കയ്യിലുണ്ട്. അത് ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെയിൻബോ ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിമൊന്നും എന്താ വെച്ചാൽ ഫ്ലഷ് കുറവാണ് ഇതിനൊക്കെ. റെയിൻബോ ഇത് അവിടെ ഗ്രീൻ ഉണ്ട്, നല്ലതാണ്. ഗ്രീന്, യെല്ലോ, ജയൻ്റ് പർപ്പിള്, സോഫ്റ്റ് സ്കിൻ, ഈ 4 വെറൈറ്റിയാണ് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഡോർഫ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ സാധാ പർപ്പിൾ ഉണ്ട്, ജയൻ്റ് അല്ലാത്ത. അതേപോലെ കുറേ ഐറ്റംസ് ഉണ്ട്. റെയിൻബോ, ഇത് റെയിൻബോ ആണ്. ഇതൊക്കെ നമ്മൾ 50 രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 50 രൂപയോ? കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്നും നല്ലത് തിരഞ്ഞെടുക്കാൻ അറിയണം. അല്ല ആളുകൾ നല്ലോണം പറ്റിക്കപ്പെടുന്ന ഒരു സംഭവമാണ് മട്ടോവ. ഒരുപാട് വെറൈറ്റി ഉള്ളതുണ്ട്. ഇമാ പസന്ത് ഉണ്ട്, മല്ലിക ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ റോയൽ സ്പെഷ്യൽ ഉണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള മാവുകൾ ഈ ഒരു 3-4 ഐറ്റം വെറൈറ്റി മാവുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുക്കണത് എത്ര രൂപ? 150 രൂപക്കാണ്. 150 രൂപ. ഇത്രയും നല്ല കവറിലാക്കി നല്ല സെറ്റാക്കിയ തൈകൾ 150 രൂപക്കാണ്. ഇതിനൊക്കെ റിസൾട്ട് കായ്ക്കാത്ത പ്രശ്നം ഒരു പ്രശ്നമില്ല. ഒന്ന് ഇമാ പസന്ത്, ഒന്ന് ബംഗനപ്പള്ളി, ഒന്ന് മല്ലിക, ഒന്ന് റോയൽ സ്പെഷ്യൽ, ഈ 4 വെറൈറ്റി കേട്ടോ 150 രൂപക്ക്. ഇതാകൊണ്ട് നമ്മൾ ബ്ലാക്ക് കായ്ക്കുന്ന പറയപ്പെടുന്ന ബ്ലാക്ക്, അതായത് എന്തായാലും പറയാ കസ്തൂരിയോ എന്തായാലും ഇതാണ് കായ്ക്കെന്ന് പറഞ്ഞ ഇത്. ഇത് നമ്മൾ 250 രൂപക്ക് നല്ല തൈകൾ കൊടുക്കുന്നുണ്ട്. പഴയത് വേറെ ഉണ്ട്, അതിപ്പോൾ നമ്മൾ ആർക്കും കൊടുക്കണില്ല. ഇതാ പിന്നെയും കൊടുക്കുന്നുള്ളൂ. ഇതാണ് കാലാപ്പാടി, 200 രൂപൻ്റെ കാലാപ്പാടി തൈകളാണ്. ഇതാണ് ഒറിജിനൽ മൂവാണ്ട തൈ. ഇവിടെ നിന്നുള്ള മരത്തുമെന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ്, മൂവാണ്ടനാണ്. ഇതൊക്കെ നമുക്ക് 200 രൂപ കൊടുക്കാം. ഇത് സിന്ദൂരം, 250 രൂപൻ്റെ സിന്ദൂരം. ഇതാണ് ഗോൾഡൻ നൈറ്റ് എന്ന് പറഞ്ഞ പേരാ. ഗോൾഡൻ നൈറ്റ് ഇതിപ്പോൾ അടുത്ത തരംഗാണ്. മറ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് നമ്മളെ ജാർവി റെഡിൻ്റെ കാര്യം അടിപൊളിയാണ്. അത് 300 രൂപയാണ് തൈന് വരുന്നത്. നല്ല റിസൾട്ടുള്ളതാണ്. ഇത് കണ്ടോ, വെരിഗേറ്റഡ് സീഡ്ലെസ് ലെമൺ. ഇത് 150 രൂപൻ്റെ തൈകൾ കേട്ടോ. ഇതുണ്ടോ, ജബോട്ടിക്കാപ്പൻ്റെ നല്ലൊരു വെറൈറ്റിയാണിത്. ഗ്രീൻ പഴം ഉണ്ടാവണേ. ഇതൊക്കെ നമ്മൾ ഒരു 250 രൂപക്കാണ് കൊടുക്കുന്നത്. ഇതാ ഫിംഗർ ലെമൺ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. ഫിംഗർ ലെമൺ 200 രൂപ. ഫിംഗർ ലെമൺ എവിടെയും കിട്ടില്ല. ഫിംഗർ ലെമൺ കൊടുക്കുക. അത് നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കുന്ന തൈകളാണ്. ഇതുകൊണ്ട് അതിൻ്റെ ബാക്കി കിടക്കുന്നതാണ്. അതേപോലെ ഉണ്ടോ, ഇത് ട്രോപ്പിക്കലിൽ കായ്ക്കും 100% ഉറപ്പുള്ള തൈകളാണ്. ബട്ടർ ഇത് വലിയ തൈകളാട്ടോ. 200 രൂപ മുതൽ ബട്ടർ തൈ ഇവിടെ ഉണ്ടെന്നല്ല നമ്മൾ കാണിക്കട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അടിപൊളി ബട്ടറിൻ്റെ തൈയാണ്. ഇത് കുറച്ച് വില വരുന്നുണ്ട്, 850 രൂപ വില വരുന്നുണ്ട്. വലിയ പഴം ഉണ്ടാവുന്ന ട്രോപ്പിക്കൽ ഇവിടെ കായ്ച്ച് മരത്തുമെന്ന് എടുത്ത് ചെയ്ത് തന്ന ആളുകൾ എടുത്ത് ഉണ്ടാക്കി തന്നാണ്. പിന്നെ ഇതുണ്ടോ, ടെറിങ്കാനോ ചെറി. അപ്പോൾ എന്തായാലും ഇതുണ്ടോ, ഇത്രയും വലിയ തൈകളെ നമ്മൾ 100 രൂപ കൊടുക്കണം കേട്ടോ. അലട്ടച്ചെറിൻ്റെ വലിയ തൈകൾ, ചെറുതാണെങ്കിൽ 50 രൂപ കൊടുക്കാം. പിന്നെ ഇതാണ് ബ്ലാക്ക് സുർനാം ചെറി. ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കണതാണ് കണ്ടോ. ഇതൊക്കെ നല്ല തൈകളാണ്, നല്ല ടേസ്റ്റുള്ള പഴങ്ങളാണ്. ഇതുകൊണ്ട് ബട്ടർ ഓരോ ഇവിടുന്ന് മാർക്ക് ചെയ്ത് എടുത്താട്ടോ. ഓരോ വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴും നല്ല പഴങ്ങൾ അതിൻ്റെ മാർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ബട്ടറിൻ്റെ നല്ല നല്ല വെറൈറ്റികളാണ്. 250-300 ആ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത്. പുറത്തുനിന്ന് എടുത്ത് കൊടുക്കില്ല. ബട്ടർ അധികം നമ്മൾ ഒന്നുകിൽ നമ്മൾ സുഹൃത്ത് ഉണ്ടാക്കി തരുന്നത് കണ്ടിട്ട് എടുക്കുകയാണ്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും. ബട്ടർ മാത്രമല്ല നമ്മളെ ഒരുവിധം സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ലോങ്ങൻ മൊത്തം നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ നമ്മൾ ലോങ്ങിന് കൊടുക്കും. മിറാക്കിൾ ഫ്രൂട്ടൊക്കെ കണ്ടോ, ഫുൾ പൂവോട് കൂടി നല്ല അടിപൊളി ബുഷായ തൈകൾ. ഒരു കാലത്ത് 1000-1500 കൊടുത്തിൻ്റെ സാധനമാണ്. നമ്മൾ ഇത്രയും നല്ല അടിപൊളി തൈ ഇതാണ് പൂവോട് കൂടിയിട്ടാണ് കൊടുക്കേണ്ടത്. 350 രൂപക്ക്. ജസ്റ്റ് ഒന്ന് പൂവൊന്ന് കാണിച്ചു തരാം. എന്താ പൂണ്ടല്ലോ, കാണൂല്ലേ, ഇതാ കണ്ടോ. എത്രയ്ക്കാണ് നമുക്ക്? 350 രൂപക്ക്. ഇനി വലിയ തൈകൾ 50 രൂപേൻ്റെ തൈയും ഇവിടെ ഉണ്ട് കേട്ടോ. 50 രൂപ മുതലുണ്ട്. ഇത് 600 രൂപേൻ്റെ തൈ. അത്രയും ഹൈറ്റുള്ള, എൻ്റെ ഹൈറ്റില്ല, എന്നെക്കാട്ടും കൂടുതലുണ്ട്. ഇതൊക്കെ ഇത് ആവശ്യമുള്ള ആളുകളുണ്ട് കേട്ടോ. ഇതിന് ചില ആൾക്കാർ കമൻറ്റ് പറയും എന്തിനു പറ്റുമോ ഒന്നിനും പറ്റുമോ. പക്ഷേ സംഭവം എൻ്റെ അടുത്ത് 12 വർഷം മുന്നേ കായ്ച്ച സംഭവമാണ് മിറാക്കിൾ ഫ്രൂട്ട്.
അന്നൊരു മിറാക്കിൾ തന്നെയായിരുന്നു. കാരണം ആരും എടുത്തത് അന്നൊരു കായ്ച്ചിട്ടില്ല. ഇത് തന്നെയായിരുന്നല്ലേ? അന്ന് മിറാക്കിളാണ്, ഒറിജിനൽ മിറാക്കിളായിരുന്നു. അന്നേ നമ്മൾ എന്താ വെച്ചാൽ ഇത് കായ്ച്ചിട്ടുണ്ട്. അന്നൊക്കെ നമ്മളെ അടുത്തേക്ക് ഇത് കഴിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ എവിടുന്നൊക്കെയോ വന്നിരുന്നു ഉള്ളത് പറയാലോ. അന്നൊരു അത്ഭുതമായിരുന്നു. കാൻഡിൽ ഫ്രൂട്ട് ഇത് ഇത്രയും കൂടെ നീളം വരും കേട്ടോ. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതുവരെ വരും നീളം, ഇത്രയും കൂടെ നീളം വരും. ഓ. ഇതിന്റെ പ്രത്യേകത നമ്മള് ടോപ്പ് ഫ്രൂട്ടായിട്ട് കൂട്ടാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ കരിമ്പൊക്കെ കടിച്ച് കഴിക്കണ പോലെ കഴിച്ചാൽ ഒരു വ്യത്യസ്തമായ ഫ്രൂട്ട്. മധുരമുണ്ട്, പക്ഷെ വലിയൊരു സംഭവമായിട്ട് കാണുന്നു വേണ്ട. എന്തായാലും ഇതിപ്പോ കൊടുക്കാൻ വെച്ചാണോ അത്? ഏത് ഇത് കൊടുക്കാൻ ഇതിന് തൈകളുണ്ട് ഇവിടെ. ഓക്കെ, എത്ര രൂപ മുതലുണ്ട്? അതൊരു 200 രൂപ ആ ആ റേഞ്ചിലുള്ള. ഇതൊക്കെ ഒരു കളക്ഷൻ ഒരുപാട് ഐറ്റംസ് എന്നുള്ളതിൽ. പിന്നെ ഇവിടെ ഡ്രമ്മിലുള്ള മാവുകളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ വലിയ മാവുകളുണ്ട്. ഇതാണ്ടോ സീസർ റംബുട്ടാൻ്റെ ഇതൊക്കെ ഒരു 350 രൂപ റംബുട്ടാൻ കൊടുക്കട്ടോ സീസർ ഈ സൈസുള്ള. പിന്നെ അതേപോലെ ജബോട്ടികൾ വലിയ വലിയതുണ്ട്. ഡ്രമ്മിൽ മാവുകൾ ഇതാക്കുന്നു. 1000-1500 വലുപ്പമുള്ള വലിയ വലിയ മാവുകളുണ്ട്. ഗവർമതി മാങ്ങ, ബനാന മാങ്കോ കണ്ടോ? ഓ, അതൊക്കെ കണ്ടോ, അത്ര ഹൈറ്റ് ഉണ്ട്. ഒരു 650 കൊടുക്കുകയാണെങ്കിൽ ബനാന മാങ്കോ ഇത്രയും വലുത്. പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. E35 റംബുട്ടാനാണ്. E35 റംബുട്ടാനാണിത്, മഞ്ഞ. നേരത്തെ ചെറുത് കണ്ടു. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 650 രൂപക്കൊക്കെ അത്രയും വലിയ തൈ കണ്ടോ, ഹൈറ്റ് കണ്ടില്ലേ? എല്ലാം ഒന്നും വലിയത് ചിലയിടത്തൊന്നും കിട്ടാനില്ല. ഇതൊക്കെ റോങ് ഗ്രീൻ്റെ കണ്ടോ, ഇതാണ്ടോ റോങ് ഗ്രീൻ തൈ. ഇതൊക്കെ നമുക്ക് ഇത്രയും വലിയ റോങ് ഗ്രീൻ്റെ ഹോം ഗ്രൗണ്ട് തൈ നമുക്ക് 500 രൂപ കൊടുക്കാം.